എവിടെ കാണിച്ചേ? ഇന്നത്തെ കറി ചെമ്മീൻ കറിയാണത്. അത്യാവശ്യം നല്ല വലിയ ചെമ്മീനാണത്. ഇതെന്താ ഈ കടയിൽ നിന്നാണ് നമ്മള് പൂ മേടിക്കണം കേട്ടോ. അതിന്റെ വില പുണ്യാള ഫാമിലിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അത് ഞങ്ങളിന്ന് ഓണമൊക്കെ ഇല്ല, അപ്പം മുറ്റത്തെ കുറച്ച് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കണതാണ്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ടേ മൊത്തം പുല്ല് പിടിച്ച് സീനാട്ടിക്കണായിരുന്നു. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചിരുന്നത്. ഇവിടെ രണ്ടുപേരും രാവിലെ തൊട്ട് ഭയങ്കര പറയില്ല. ഡിസേ ഓക്കെ എടാ അങ്ങോട്ടോടെ അയക്കോട് എന്താണ് പരിപാടി? എന്താ ക്ലീനിങ് ആണല്ലേ? അപ്പൊ പുല്ല് പറയിലാണ് കേട്ടോ. ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അങ്ങോട്ടാ പറിച്ച് തീരുവോ അമ്മ? ഇത് ആണാ? ഇവിടെ വേറെ ഒന്നുമല്ല, ഇതാണ്ടോ ആ പറിക്കാം. ഓ പിന്നെ ഇയാളിച്ചിരി പറിച്ചത് ഇത്രയൊക്കെ അമ്മ ഒതുക്കിയേട്ടോ. ഇവിടെയൊക്കെ അമ്മ പറിച്ച് തീർത്താണ്. ഇതേപോലെ പിന്നെ ഞാൻ പറിച്ച് ഇത്ര നേരം പറിച്ച പിന്നെ ഇതാണോ? ഇവിടെയൊക്കെ ഇയാൾ ഒതുക്കാണ്ടാ. പിന്നെ അതേ ഇത്രയും അവിടെ നിന്നൊക്കെ കുറച്ച് പറിച്ച് വന്ന് പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ ഭയങ്കര പണിയാണല്ലോ അങ്ങോട്ടാ. ഇനിയിപ്പോൾ അവിടെ നിന്നെല്ലാം പറിച്ച് ഇത് മൊത്തം ഒതുക്കണം. പിന്നെ അത്തക്കളൊക്കെ ഇടണം. അത്തക്കള ഉണ്ടോ അങ്ങോട്ടാ? കോടിയൊക്കെ എടുത്തുണ്ടോ? കോടിയൊക്കെ ഇടണ്ടേ നമുക്ക്? അപ്പം അല്ലേ സിൻസേ? ദിവസം ഭയങ്കര പണിയില്ല എൻ്റെ അമ്മ. കൈ മുറിഞ്ഞാ തെറ്റി? എവിടെ കാണിച്ചേ? അപ്പൊ കൈ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാനും കൂടെ ഒന്ന് കൂടി സഹായിച്ചു കൊടുക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളമാവും. അപ്പൊ ഒന്ന് പറിച്ച് ക്ലീൻ ആക്കണം. ഇതേ മഴ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒന്ന് പറിച്ചൊക്കെ കൊടുക്കട്ടോ രാവിലെ. ഇത് പറിച്ച് ഒതുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടാ. കഴിച്ചപ്പോ നമ്മള് ഇത്രയും ചെയ്ത് തീർത്ത് കേട്ടാ. അപ്പത്തേ എനിക്ക് ചെറിയൊരു ഓട്ടം വന്നു. അപ്പൊ അത് പോയിട്ട് കൊണ്ട് ബാക്കി ചെയ്യാന്ന് വെച്ച്. അപ്പത്തേക്ക് എന്താ കഴിക്കണം എന്റെ കാണിച്ചു തരാം. ആ സമയത്ത് അപ്പച്ചൻ കുറച്ച് ചെമ്മീനായിട്ട് വന്നപ്പോ ഇനി അതുമായി പണി. അപ്പൊ ഞങ്ങള് പുല്ലുപറി ഇവിടെ വെച്ച് നിർത്തി വെക്കണേ. ചെമ്മീനാട്ടാ. അല്ല മഴയും കൂടെ വന്നപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോക്കെ പോയിട്ട് വന്നിട്ട് ചെമ്മീനൊക്കെ റെഡിയാക്കിയപ്പോ ചോറ കടിക്കാല്ലേ. അയ്യോ അപ്പൊ ചെമ്മീൻ കറി ഇന്നത്തെ കറി ചെമ്മീൻ കറി ആണത്. അത്യാവശ്യം നല്ല വലിയ ചെമ്മീനാണത്. ഇതെന്താ വലിയ ചെമ്മീനാണ്ടാ. ചാനിക്കുട്ടനും വന്ന് ആയിക്കോട്ടാ. മഴ വന്ന മഴ മാറുമ്പോ പറിക്കാലോ നമുക്ക്. അപ്പൊ എന്തായാലും ഓട്ടോക്കെ പോയിട്ട് ബാക്കിയൊക്കെ ഒന്ന് പറിക്കാലോ. അങ്ങോട്ടാ പറിക്കാലോ നമുക്ക്. പറിക്കണം. നാളെ പൂക്കളൊക്കെ ഇടണം, കോടി കൊടുക്കണം അല്ലേ? അടിച്ചു വിളിക്കണ്ടേ നമുക്ക്. പിന്നെ ഓട്ടോ ചെമ്മീനൊക്കെ പൊളിച്ചു. ചോദ്യം ചോദിക്കണ്ട, നമുക്ക് മണ്ണിലിടാല്ലേ. അപ്പൊ ഇനി പൂക്കളൊക്കെ മേടിക്കണം. മഴ പിന്നെ അപ്പൊ ഇനി പൂവൊക്കെ മേടിക്കണ്ടേ അങ്ങോട്ടാ നമുക്ക്. വൈകുന്നേരം പോയി പൂവൊക്കെ മേടിക്കണം. ആവശ്യവിടെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇനി പോയിട്ട് വന്നിട്ട് കാണാം. ഞാൻ ആ ഓട്ടം വന്ന വഴി പൂ മേടിച്ചിട്ട് പോരാന്ന് വെച്ചു. കാര്യം വൈകുന്നേരത്തേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പൂ തീർന്നു പോയാലോ. അത് കാരണം പൂ മേടിച്ചേക്കലാന്ന് വെച്ചപ്പോ ദേ ഓട്ടം പോയി വഴിക്ക് ഇത് ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിക്കാൻ പോകണം. ഈ കടയിൽ നിന്നാണ് നമ്മള് പൂ മേടിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ചോദിച്ചു നോക്കട്ടെ. തൂക്കാൻ വഴിയില്ല, അവർ കിറ്റായിട്ടാ കൊടുക്കണെന്ന് തോന്നുന്നു. എല്ലാച്ചനോട് ചോദിക്കാം. 50 വെച്ചെടുക്കണം. 50 രൂപ 50 രൂപ വെച്ചെടുക്കും. 100 വെച്ച് കിട്ടും. 100 വെച്ചെടുത്തു. ഇത് 100 ഇത് 100. അതിപ്പോ നമ്മള് പൂവൊക്കെ മേടിച്ചേട്ടാ നേരെ വീട്ടിലോട്ട് പോയാണ്. അതിന് ഡാങ്കൂട്ടനായിട്ട് വന്ന് മേടിക്കണമെന്നുണ്ടായി, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല.
ഓട്ടം പോയി തന്നെ മേടിക്കാൻ പോകാം. കാര്യം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പൂവൊക്കെ തീർന്നു പോയാലെന്ന് ഓർത്ത് വാങ്ങിച്ചില്ല. പിന്നെ വീട്ടിലോട്ട് പോട്ടെ, വീട്ടിൽ പോയിട്ട് ബാക്കിയാണ്. കഴിച്ചപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടെ ഇനി എന്താവുമെന്നറിയാൻ പറ്റില്ല. ഇതുമായിട്ട് ചെല്ലുമ്പോൾ ആളെവായിട്ട് പോകാത്തതിൻ്റെ സങ്കടം ഉണ്ടാകും കേട്ടില്ലപ്പം. ഞാൻ ചെന്ന് നോക്കട്ടെ. പുല്ലുപറിയൊക്കെ ഇവിടം വരെ ആയെന്നറിയാൻ പാടില്ല. ആ പുല്ലുപറിയൊക്കെ നിർത്തിയ ആളൊക്കെ പോയി കേട്ടതേ. വെയിലായില്ല, അതായിരിക്കും പോയത്. എന്തായാലും വിളിക്കാൻ. അവിടെ അവിടെ ഇല്ലേ? കുഴപ്പമില്ല. ഇനിയപ്പോ പനിക്കില്ലണ്ടു. ഇയാളെ ഒരുങ്ങാൻ വേണ്ടി നിൽക്കരുത്, പൂ മേടിക്കാൻ വേണ്ടി പോവാനെ. ലഡ്ഡു മാത്രമുള്ള വേറെ ഒന്നുമില്ലേ? ലഡ്ഡു മാത്രമുള്ള വേറെ ഒന്നുമില്ലേ? കിട്ടിയപ്പോ പിന്നെ അല്ല ഇയാളെ ഒരുങ്ങാൻ വേണ്ടി ഞാനേ വേറെ ഒന്നുമല്ല. ആ ഇനിയിപ്പോൾ വൈകുന്നേരം അവനായിട്ട് പോയിട്ട് തിരക്കായിരിക്കും. ഇപ്പം തന്നെ ഞാൻ പോയിട്ട് ഭയങ്കര തിരക്ക്. അതുപോലെ പൂവൊക്കെ പറയാൻ പറ്റില്ല. ഒരു വൈകുന്നേരം ആകുമ്പോഴില്ലേ ഒരു വില കൂട്ടില്ലാത്തത്. അപ്പം അത് കാരണം കിട്ടിയതൊക്കെ അങ്ങനെ മേടിച്ച് കുറച്ച് പൂ മേടിച്ച് മതിയാവൂലേ നമുക്ക്? ആവട്ടാ പൂവപ്പം മേടിച്ചെന്നറിയാം. എന്നെ അവിടെ വൈകുന്നേരം മോനായിട്ട് പോയാലേ പിന്നെ അവിടെ തിരക്കൊക്കെ ആയിരിക്കും മോനെ. അതാണ് ഇനിയിപ്പോൾ നമുക്കേ കയ്യിലിരിക്കണോ ഇല്ല പിടിച്ചിട്ട് പുല്ല് പറയാൻ നിർത്തിയാ. ഇപ്പൊ വെയിലായില്ലേ, നല്ല വെയിലായി. വൈകുന്നേരം കുറച്ച് പറിച്ചെടുത്താൽ മതി. വൈകുന്നേരം എനിക്ക് ഇവിടെ വെയില്. ഇല്ല ഇല്ല പൂവൊക്കെ മേടിച്ചേട്ടാ. പൂവൊക്കെ മേടിച്ച് ഇനിയിപ്പോ പുല്ലൊക്കെ പറിച്ച് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടട്ടാ. അപ്പൊ നമ്മള് ഇനിയിപ്പോ വീഡിയോ നിർത്താൻ പോണെയാണ്. അപ്പൊ നാളത്തെ നമ്മുടെ ഓണത്തിന്റെ അല്ലേ പൂക്കളിടലും ചെറിയ ഗെയിമും കാര്യമൊക്കെ സെറ്റ് ചെയ്യണം. ഇടാൻ കേട്ടോ നമുക്ക്. കസേര കളിക്കണം, സ്പൂണില് അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? കുപ്പിയിൽ വെള്ളം നിറക്കണം, പിന്നെ കുപ്പി എറിഞ്ഞു കളിക്കണം. തനിയെ കളിച്ചാ വേറെ ആരും ഇല്ലാട്ടോ, ഞങ്ങള് മാത്രമേ ഉള്ളു, വേറെ ആരും ഇല്ല അല്ലേ ലിൻസേ? അപ്പൊ ഇനി നമ്മുടെ ഓണത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മള് ചെയ്ത് അല്ലെ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക അല്ലേ, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഞാൻ പറയട്ടാ ആമുട്ട. അപ്പൊ ഇങ്ങോട്ടോ ഇങ്ങനെ നീങ്ങി കാണാൻ പറ്റില്ല. ഞാനിക്കൂടെ തന്നെ കാണാൻ പറ്റും. ലംബനാണ് ഇത് കണ്ട, ഇതാണ് സ്വഭാവം കണ്ട ലംബനാണ്. നീ കിളവനാണ്. ഇതാരെ ഇരിക്കണവനെ മോഹൻലാല. അപ്പൊ എടാ ഞാനോട്ടെ നേരെ നോക്ക വീഡിയോ നമുക്ക് നിർത്താൻ വാ. പറയാം പിന്നെ പുല്ലൊക്കെ ബാക്കി പറിച്ചെടുക്കണം. അപ്പൊ ഞങ്ങൾ വീഡിയോ നിർത്തിയാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മള് ഓണത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മളൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും കാണണം. ഓണത്തിന് നീയില്ല. അപ്പൊ ടാറ്റ ബൈ ബൈ. അപ്പൊ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാരും അടിച്ചു പൊളിക്കുക ഓണമൊക്കെ അല്ലേ? എല്ലാരും ഉള്ളത് കൊണ്ട് അടിച്ചു പൊളിക്കുക, സന്തോഷമായിട്ട് പോവുക. ബൈ. ടാറ്റോട് എന്ത്